നമസ്കാരം, ഞാൻ പ്രസന്നൻ പ്രണവ്. ഇന്ന് രാമനവമിയാണ്. ഇന്നത്തെ രാമനവമിക്ക് ഒരു പ്രത്യേകതയുള്ളത് പുതിയ പാമ്പൻ പാലം ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളിടത്താണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ 1914 ബ്രിട്ടീഷ് ഭരണകാലത്ത് പണി കഴിപ്പിച്ച് കാലഹരണപ്പെട്ടതിനെ തുടർന്ന് 2022 ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ച പാമ്പൻ പാലമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. താമ്പരത്ത് നിന്നും രാമേശ്വരം വരെയുള്ള പുതിയ ട്രെയിൻ കടന്നു പോകുന്ന പാമ്പൻ പാലത്തിന്റെ സവിശേഷതകൾ ഒരുപാടാണ്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 2014 ബ്രിട്ടീഷുകാർ ഈ പാലം നിർമ്മിക്കുന്നത്. 54 വർഷത്തെ കാലാവധി പറഞ്ഞിരുന്ന ഈ റെയിൽ പാലം ഒരു നൂറ്റാണ്ടിനോടടുത്ത് നിലനിന്നിരുന്നു എന്നുള്ളിടത്താണ്. 2022 ഡിസംബർ മാസം 23 അപകട മുന്നറിയിപ്പിനെ തുടർന്ന് പഴയ പാമ്പൻ പാലത്തിലുള്ള റെയിൽ ഗതാഗതം പൂർണ്ണമായി നിർത്തിവെക്കുകയും പുതിയ റെയിൽ പാലം നിർമ്മിക്കുവാൻ വേണ്ടി മോദി ഗവൺമെന്റ് തീരുമാനമെടുക്കുകയും ചെയ്തു. 2019 നവംബറിലാണ് പുതിയ പാമ്പൻ പാലത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. 2.5 കിലോമീറ്റർ നീളമുള്ള പാമ്പൻ പാലത്തിനായി 535 കോടി രൂപയാണ് നിർമ്മാണ ചെലവായിട്ടുള്ളത്. രാജ്യത്ത് ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസം നിഗം ലിമിറ്റഡ് ആണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചിട്ടുള്ളത്. പഴയ പാലം സമുദ്രനിരപ്പിൽ നിന്നും 1.5 മീറ്റർ മാത്രമായിരുന്നു ഉയർത്തുവാൻ സാധിക്കുന്നതെങ്കിൽ പുതിയ പാമ്പൻ പാലം 22 മീറ്ററുകൾ വരെ ഉയർത്തുവാൻ സാധിക്കുന്നതിലൂടെ കൂടുതൽ വലിയ ബോട്ടുകളും കപ്പലുകളും ഇതുവഴി സഞ്ചരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പഴയ പാലത്തിന്റെ കാര്യത്തിൽ വേഗതയിലും വലിയ വ്യത്യാസമുണ്ട്. മണിക്കൂറിൽ 10 കിലോമീറ്റർ മാത്രം വേഗതയിൽ സഞ്ചരിച്ചിരുന്ന ട്രെയിനുകൾ പുതിയ പാലത്തിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാം എന്നുള്ളതാണ്. ഭാവിയിൽ റെയിൽവേ വൈദ്യുതീകരണം കൂടി സാധ്യമാകുന്ന രീതിയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. രാമേശ്വരത്തിന്റെ യാത്രാ സാധ്യതകൾക്ക് ഒരു പുത്തൻ ഉണർവുണ്ടാകുന്നതോടൊപ്പം വളരെ പ്രസിദ്ധമായ ഹൈന്ദവ ആരാധനാലയമായിട്ടുള്ള രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കടക്കം ഈ പുതിയ പാലത്തിന്റെ വരവോടെ ഭക്തജനങ്ങളുടെ വരവിന് ഉതകുന്ന തരത്തിൽ ഈ പാലത്തിന്റെ വരവോടെ നിരവധി പുതിയ ട്രെയിനുകൾ ഓടിത്തുടങ്ങും എന്നുള്ളതും യാത്രക്കാർക്കും അതുപോലെ തന്നെ അവിടേക്ക് വരുന്ന ഭക്തർക്കും വളരെ ആശ്വാസമാകും. ഈ പാമ്പൻ പാലം ഈ രാഷ്ട്രത്തിന് സമർപ്പിക്കുവാൻ ഇതിനേക്കാൾ വലിയ ഒരു പുണ്യ ദിവസം ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും രാമനവമി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.